ഇപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയിലേക്കാണ്. അനിൽകുമാറിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തേജസ്വി യാദവ് നയിക്കുന്ന റോഡ് ഷോയാണ് ഇപ്പോൾ വയനാട്ടിൽ മുന്നോട്ട് പോകുന്നത്. ടൗൺഷിപ്പ് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വളരെ സജീവമായി ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ നേരത്തെ ടൗൺഷിപ്പിൽ എത്തിയിരുന്നു. ഒപ്പം കേരളം പോലെ മുന്നോട്ട് പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ തേജസ്വി യാദവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. LDFിൻ്റെ റാന്തൽ ചിഹ്നത്തിൽ വോട്ട് തേടിക്കൊണ്ടുള്ള റോഡ് ഷോ പുരോഗമിക്കുകയാണ്. കമലുണ്ട് വയനാട്ടിൽ നിന്നും. കമൽ, തേജസ്വി യാദവ് എവിടെയൊക്കെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്? ഇന്ന് ഏതെങ്കിലും അല്ലാതെ ആളുകളുമായി സംവദിക്കുന്ന പരിപാടികൾ കൂടിയുണ്ടോ ഈ റോഡ് ഷോ അല്ലാതെ? തേജസ്വി യാദവ് കൽപ്പറ്റയിലാണ് LDF പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത്. കൽപ്പറ്റ നഗരത്തിൽ ഇപ്പോൾ റോഡ് ഷോ നടക്കുകയാണ്. ഇവിടെ LDFിന് വേണ്ടി മത്സരിക്കുന്നത് RJD സ്ഥാനാർത്ഥി PK അനിൽകുമാറാണ്. അനിൽകുമാറിന്റെ പ്രചാരണാർത്ഥം കൽപ്പറ്റ നഗരത്തിലൂടെയുള്ള റോഡ് ഷോയിലാണ് തേജസ്വി യാദവ് പങ്കെടുക്കുന്നത്. RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ, CPM നേതാവ് CK ശശീന്ദ്രൻ തുടങ്ങിയവരും തേജസ്വി യാദവിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് LDF നേതാക്കളുമുണ്ട്. വലിയൊരു ആൾക്കൂട്ടം തന്നെ, വലിയൊരു പ്രകടനം തന്നെ റോഡ് ഷോയുടെ ഭാഗമായി നഗരത്തിൽ നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് തേജസ്വി യാദവ് കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് സന്ദർശിച്ചത്. രാജ്യത്തിനാകെ മാതൃകയായ ഒരു പുനരധിവാസ പദ്ധതിയാണ് LDF സർക്കാർ മുന്നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് വലിയ ഒരു കാര്യമായി. കൽപ്പറ്റയിൽ PK അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ തേജസ്വി യാദവും പങ്കെടുക്കുകയാണ്. ശ്രേയാംസ് കുമാർ അടക്കമുള്ള നേതാക്കൾ പ്രചാരണ ജാഥയിൽ ഭാഗമാകുന്നുണ്ട്.